നമ്മളെ വടകരയിലെ റോഡിലെ കാഴ്ചയാണ്. മഴ പെയ്താൽ അതിമനോഹരമാണ്. വാഗാടല്ല ഇവർ വാഗാടല്ല ഇവന്മാരൊക്കെ അല്ല മോനെ. ഏറ്റവും പുതിയ കാഴ്ചയാണ്. വാഹനങ്ങൾ സർവീസ് ചെയ്യേണ്ടി വരും എന്നതാണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് മനസ്സിലായില്ല. എന്തായാലും ഇങ്ങനെയൊക്കെ ആവാനാണ് സാധ്യത. ഇപ്പം നമ്മളെ ഫാമിലി വെഡ്ഡിങ് സെൻറ്റർ, HDFC ബാങ്ക്, ഇതിൻ്റെയൊക്കെ ഫ്രണ്ട് എന്നുള്ള കാഴ്ചയാണ്. സർവീസ് റോഡ് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കണ്ട ഒരു സ്ലാബ് കൂട്ടി കിടക്കുന്ന ഇരു സൈഡിലും നമ്മൾ നേരത്തെ ഇവന്മാർക്ക് അവിടെ കൊണ്ട് കണ്ട ഇവന്മാർക്ക് സത്യം പറഞ്ഞാൽ ഡ്രൈനേജിൻ്റെ സ്ലാബ് വാർക്കാൻ പോയിട്ട് ഒരു സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ലാബ് പോലും നേരാൻ വണ്ണം വാർക്കാൻ ഇവർക്കറിയില്ല. അറിയുമായിരുന്നെങ്കിൽ ഇത്രയും നിങ്ങൾ 1 കിലോമീറ്റർ പരിധിയിൽ ജസ്റ്റ് ഇരു സൈഡിൽ സർവീസ് റോഡിൽ സ്ലാബിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കിയാൽ ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാവും. പലയിടത്തും സ്ലാബ് പൊട്ടിക്കിടക്കുക. ആർക്കാനറിയില്ല. സ്ലാബ് ഇതിൻ്റെ മുകളിൽ ഉണ്ടാക്കാൻ പോലും അറിയാത്ത ഏതോ കമ്പനിയെ പിടിച്ചിട്ട് ഹൈവേൻ്റെ വർക്ക് എടുപ്പിച്ചാൽ. നമ്മളെ തെരുവത്ത് ജംഗ്ഷനാണ്. കണ്ട ഇവിടെയൊക്കെ കണ്ട റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് നാശമായിട്ട് ഇവിടെ കുറച്ച് കോറി വേസ്റ്റ് കൊണ്ടുപോയി അടിച്ച് നാശമാക്കി വെച്ചിരിക്കുക. വണ്ടിയൊക്കെ തുള്ളിയാണ് പോകുന്നത്. യൂസ്ലെസ്. അതിൻ്റെ ഇടയ്ക്ക് ബസ്സുകാരെ ലെഫ്റ്റ് സൈഡിൽ കൂടി കയറി പറന്ന് വരിക. ഓൺ അടിച്ചൂടെ വേക്കും നല്ല സൈഡിൽ കൂടി കയറിയിട്ടാണ് ഓണടിക്ക്. ഇവിടെ കണ്ട വലിയ കുണ്ട്. ആ കുണ്ടിൽ ബൈക്കാരൊക്കെ വീണാലും മണ്ണിട്ട് മൂടേണ്ടി വരും. നമ്മളെ SGMSB സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടെ അപ്രോച്ച് റോഡാണ് കേട്ടോ. ഈ നമ്മൾ ഈ ഒരു ഫ്ലൈ ഓവർ ഉണ്ടല്ലോ, അത് കഴിഞ്ഞാൽ കുറച്ച് ഭാഗം നമ്മളെ ഫാമിലി വെഡ്ഡിങ് സെൻറ്റർ വരെ അപ്രോച്ച് റോഡ്. മീൻസ് ഇരു സൈഡിലും RE പാനൽ വെച്ചുകൊണ്ട് അതിനിടയിൽ മണ്ണടിച്ച് ഫില്ല് ചെയ്ത് ഉയർത്തിയിട്ടുള്ള റോഡ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ തുറന്നു കൊടുത്തു. അപ്പോൾ വാഗാടിൻ്റെ വിശാല മനസ്കത. ആ തെരുവത്ത് നേരത്തെ ഉണ്ടായിരുന്ന ജംഗ്ഷന് ഇപ്പം കുറച്ച് താറ് ചെയ്തിട്ട് നമ്മൾ വില്യാപ്പള്ളി, കുറ്റ്യാടി ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന വാഹനത്തിന് നേരെ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് കയറാനുള്ള ഒരു ആക്സസ് കൊടുത്തു എന്ന് വേണം പറയാൻ. മാറി നിർത്തിയിടുമ്പോൾ സൈഡാക്കൂല, ഇങ്ങനെ നിർത്തിയിടുക. ഒരു ബൈക്കിന് പോലും പോകാൻ പാടില്ല എന്നതാണ് അവരുടെ ഉദ്ദേശശുദ്ധി. ഒന്ന് സൈഡാക്കി നിർത്തിയാൽ ഇതേപോലെയുള്ള ട്രാഫിക് ബ്ലോക്കുകൾ ഒഴിവാക്കാൻ കഴിയും. പക്ഷെ അത് ചെയ്യൂല അവന്മാർ. അങ്ങനെയൊക്കെ അങ്ങ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു മൈൻഡാണ്. ഓ കുണ്ടുകളോട് കുണ്ടാ. ഏത് ജാതി കുണ്ടായത്. ഇതൊക്കെ പോകാനാവോ? ഈ റോഡിലെ വർക്ക് കഴിയുന്നത് പോലെ, ദേശീയപാതയുടെ വർക്ക് കഴിയുന്നത് വരെ ഇതേപോലെ വാഹനങ്ങൾ സഞ്ചരിച്ചാൽ മതി എന്നാണോ ഈ അധികൃതർ, ബന്ധപ്പെട്ട ആളുകൾ ഉദ്ദേശിക്കുന്നത്? 2-3 വർഷം വരെ നിങ്ങൾ ഇങ്ങനെ തന്നെ ഇനിയും യാത്ര ചെയ്തോ എന്നതാണോ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഒരുപാട് 4 മാസം കൊണ്ടൊക്കെ പണി ചെയ്യുന്നതാണ്. 4 മാസം പോയിട്ട് 4 കൊല്ലം കൊണ്ട് തീരുമെന്ന് നമുക്കറിയില്ല. ഇങ്ങനെ പോയാൽ 4 മാസം കൊണ്ട് തീർക്കാനാണ് 600 വർക്കേഴ്സിനെ വെച്ചുകൊണ്ട് 4 മാസം കൊണ്ട് പണി തീർക്കണമെന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പക്ഷെ അതൊന്നും നടപടിയാകുന്ന കേസല്ല. 4 വർഷം കൊണ്ട് തീർക്കാത്തവരാണ് ഇനിയിപ്പോൾ 4 മാസം കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ആശാ ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ് പാർക്ക് ഹോസ്പിറ്റലിന് തൊട്ട് മുന്നേയുള്ള ഭാഗമാണ്.
ഇവിടെയൊക്കെ ലെഫ്റ്റ് സൈഡിൽ സോയിൽ നെയിൽ ചെയ്യാൻ വേണ്ടി കുറച്ച് മണ്ണൊക്കെ എടുത്തിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ കുറച്ച് ഭാഗം താർ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് മണ്ണ്, ടൺ കണക്കിന് മണ്ണ് ആവശ്യമുണ്ട്. മൊത്തത്തിൽ ഈ നമ്മളെ അടക്കാത്തെരുവ് മുതൽ കരിമ്പനപ്പാലം വരെ ഫുള്ള് ഫ്ലൈ ഓവർ ആണെങ്കിൽ നല്ല സുഖമായിരുന്നു. കാരണം ഒരു ടൗൺ ആണല്ലോ, ഇത്രയും മണ്ണിൻ്റെ പ്രശ്നങ്ങളുണ്ടാവില്ല. അവിടെയൊക്കെ പില്ലറിൻ്റെ മുകളിൽ ഹൈവേ വരികയാണെങ്കിൽ സുഖസുന്ദരമായിട്ട് ഹൈവേ പോവായിരുന്നു. ഇനിയിപ്പോൾ കമ്പനിയെ കുറ്റപ്പെടുന്ന കാര്യമൊന്നുമില്ല. അതൊക്കെ വർക്ക് കൊടുക്കുന്ന സമയത്ത് ഗവൺമെൻറ് പ്ലാൻ ചെയ്ത് DPR ആ രീതിയിൽ കൊടുക്കേണ്ടതായിരുന്നു. DPR അനുസരിച്ചിട്ടാണ് ഇവന്മാരെ വർക്ക് എടുക്കുക. അതിലൊന്നും നമുക്ക് ആവശ്യമുള്ള കാര്യത്തിനെ കുറ്റം പറയാൻ പറ്റുള്ളൂ, ആവശ്യമില്ലാത്ത കാര്യത്തിന് കുറ്റം പറയാനൊക്കില്ല. അപ്പോൾ നമ്മളെ സാവറി റെസ്റ്റോറൻറ്റ്, ഊട്ടിപ്പോയ സാവറി റെസ്റ്റോറൻ്റാണ് റൈറ്റ് സൈഡിൽ. അതൊക്കെ റോഡ് ശരിക്ക് എന്താ പറയുക, വയല് പോലെ ആയിട്ടുണ്ട്. നമ്മളെ പെരുവട്ടം താഴെ ഡ്രോണിലൊക്കെ പറത്തിക്കഴിഞ്ഞാൽ റോഡിൻ്റെ ഈ ശോചനീയാവസ്ഥ നമുക്ക് കംപ്ലീറ്റ് ഒപ്പിയെടുക്കാൻ കഴിയൂല. പെരുവട്ടം താഴെ ഇവിടെ കണ്ട ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ ഇതിൻ്റെ മുകളിൽ ഇനിയും കംപ്ലീറ്റ് ഷട്ടറിങ് വർക്ക്, മുകളിലുള്ള പില്ലറിൻ്റെ മുകളിൽ ഗേഡർ വെച്ച് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. 3 വർഷത്തിൻ്റെ മേലെയായി ഈ ഗേഡർ ലോഞ്ച് ചെയ്തിട്ട്. ആ ഗേഡർ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലൈവ് വീഡിയോ ഒക്കെ എടുത്തിരുന്നു, വലിയ സംഭവമായിട്ട്. പക്ഷെ അതൊന്നൊരു സംഭവമല്ല. വാഗാടിങ്ങനെ ഉച്ചിനേക്കാൾ വേഗത കുറഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. അടുത്ത നമ്മളെ ചോറോഡ് ഗേറ്റ്. ചോറോഡ് പഴയ റെയിൽവേ ക്രോസിംഗ് ഉണ്ട്. ആ റെയിൽവേ ക്രോസിങ്ങിനോട് സമാന്തരമായിട്ട് പുതിയ ബോസ്ട്രിങ് ബ്രിഡ്ജ് വരുന്നുണ്ട്. ആ ബോസ്ട്രിങ് ബ്രിഡ്ജാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആ ബോസ്ട്രിങ് ബ്രിഡ്ജിൻ്റെ വർക്ക് കഴിഞ്ഞ്, ബോസ്ട്രിങ് ബ്രിഡ്ജിൻ്റെ സ്ട്രക്ചറിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇനി അത് ലോഞ്ച് ചെയ്യണം. അത് ലോഞ്ച് ചെയ്യാനുള്ള പണിയാണ് ബാക്കിയുള്ളത്. ഇത് വാഗാട് ഡയറക്റ്റ് എടുത്തൊന്നുമല്ല, ഇത് അദാനിയാന്ന് തോന്നുന്നു ഡയറക്റ്റ് എടുത്താണ്. അപ്പോൾ അങ്ങനെയാണുള്ളത്. ബോസ്ട്രിങ് ബ്രിഡ്ജ് ഇനി ലോഞ്ച് ചെയ്യാനുള്ള വർക്കാണ് ബാക്കിയുള്ളത്. അപ്പോൾ നമ്മളെ ചോറോഡ് ഗേറ്റ് കഴിഞ്ഞു. ഇവിടെ ഒരു വിശാലമായ ഒരു അണ്ടർ പാസേജ് ഉണ്ട്. ആ അണ്ടർ പാസേജിൻ്റെ 3 വരിയുടെ വർക്ക് കഴിഞ്ഞു. ഈ കാണുന്ന ഭാഗമാണ് ഫസ്റ്റ് സത്യം പറഞ്ഞാൽ ആദ്യം കോൺക്രീറ്റ് ചെയ്തത്. പക്ഷെ അതിപ്പോഴും പെൻഡിങ്ങിലാണുള്ളത്. റോഡ്. ഹലോ, ഞാനിത് അവിടെ എത്തി, കൈനാട്ടി എത്തി. ആ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളെ കൈനാട്ടി ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക.
ആയിരത്തിന് എണ്ണ അടിച്ചാൽ കൈനാട്ടി. കൈനാട്ടി ഭാഗത്തുള്ള കാഴ്ച ഉണ്ട് ഞങ്ങള്. റോഡല്ല മക്കളെ, റോഡവിടെ മക്കളെ, തോടവിടെ മക്കളെ. ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് അതിങ്ങനെ വായിൽ കിടക്കാം. ഒക്കെ റോഡാണോ പറയൂ, നിങ്ങൾ തന്നെ പറയാം. അറ്റ്ലീസ്റ്റ് വർക്ക് കഴിയുന്നത് വരെ നിലവിലുള്ള റോഡൊന്ന് ടാർ ചെയ്ത് കൊടുത്താൽ എന്ത് സുഖമുണ്ട്. ആളുകൾ കാത്തിരിക്കും. നിങ്ങൾ ഹൈവേയുടെ വർക്ക് കഴിയുന്നത് വരെ ആളുകൾ കാത്തിരിക്കും, എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. എന്നാലും നിങ്ങൾ 1-2 വർഷം എടുത്ത് ഞാൻ നേരാൻ വണ്ണം ഇതൊന്ന് ടാർ ചെയ്ത് കൊടുത്താൽ എന്ത് സുഖം ഉണ്ടായിരുന്നു. പക്ഷേ അത് ചെയ്യുന്നില്ലല്ലോ. അത് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ വാഗാടിനോ ബന്ധപ്പെട്ട ആളുകൾക്കും ഇല്ല. നിങ്ങളിങ്ങനെ നരകപ്പാടൊക്കെ അനുഭവിച്ചിട്ട് യാത്ര ചെയ്താൽ മതി എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയാണ്. കൈനാട്ടി ഭാഗത്ത് ഇവിടെ എത്തി. നമ്മളിനി വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യും. കൈനാട്ടി വടകര മുതൽ കൈനാട്ടി വരെ ജസ്റ്റ് അൺലിമിറ്റഡ് ബസ്. എത്ര ബസ്സാണ് പോകുന്നത്? ഇതുകൊണ്ടാണ് ഇവന്മാർ മരണമായിട്ട് ഓടുന്നത്. ഒരു ബസ് ഇവിടെ കണ്ടാവും, അതിന് തൊട്ട് മുന്നിൽ ഒരു ബസ് അതാ. അപ്പോൾ നമ്മളിപ്പോൾ വടകരയിൽ നിന്ന് 3ാമത്തെ ബസ്സാണ് തോന്നുന്നത്. കണ്ടമാനം ബസ്. ഇവന്മാർക്ക് ടൈമും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. റോഡിലെ അവസ്ഥയും പിന്നെ ഒരുപാട് ബസ്സുകളും. ഇപ്പോൾ പുതിയൊരു ആപ്പ് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ പുതിയ എന്തോ ഒരു സർക്കാരിൻ്റെ പുതിയ നിയമം, ഗതാഗത വകുപ്പിൻ്റെ, ഈ മോശം ഡ്രൈവ് ചെയ്യുന്ന അതേപോലത്തെ പ്രൈവറ്റ് ബസ്സുകൾക്ക് യൂസ്ലെസ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളുകളെ വണ്ടികൾ ജസ്റ്റ് ആ സമയത്ത് ഫോട്ടോസോ വീഡിയോസോ എടുത്തിട്ട് സൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അവന്മാർക്ക് പണി പശുവിനയിൽ കിട്ടുന്നുള്ള രീതിയിൽ പുതിയ എന്തോ നിയമം വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. വടകര തെറുവത്ത് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് വഴി കരിമ്പലപ്പാലം വരെ പോയാൽ എന്താ അവസ്ഥ എന്ന് നോക്കാം. അവസ്ഥ ഒന്നും നോക്കാനൊന്നുമില്ല, ഇതിൽ പോകുന്ന ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. എന്നിരുന്നാലും ഒരു പ്രതിഷേധം. പണ്ടാരടങ്ങി പോകും. ഞാൻ ഇപ്പം വടകരയിൽ നിന്ന് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് കൈനാട്ടിലേക്ക് പോകാനാണ്. കൈനാട്ടിൽ നിന്ന് തിരിച്ച് കരിമ്പലപ്പാലത്തേക്ക് പോകാൻ മടുത്തു വന്ന സത്യം പറഞ്ഞാൽ. ഇതിലെ വണ്ടി സൈഡാക്കിയിട്ടില്ല, ഇതിൽ ഇറങ്ങി ഓടിയാലോ, വണ്ടി സൈഡാക്കിയിട്ട് നടന്നു പോയാലോ, അത്രയും ദയനീയമാണ്. നരകിച്ച ഹൈവേയിൽ നിന്നൊന്ന് മാറി കിട്ടിയാൽ രക്ഷപ്പെടും. ഇതിൻ്റെ ഇടയ്ക്ക് ഓണടിച്ച ബ്ലോക്ക് ചെയ്യുക നിന്നോട് അരപ്പ സാബൂർ ഓടിച്ചാലൊന്നും ബ്ലോക്ക് ചെയ്യുവാവില്ല. കൊണ്ടുപോയി ഓണടിച്ച റോഡിന് വീതി ഒന്നുമില്ല. ലൈറ്റ് അടിച്ച ചെറിയാടങ്ങനെ അടിച്ച റോഡിന് വീതി ഒന്നുമില്ല. ബ്ലോക്ക് എത്ര നേരായി ഇവിടെ നിർത്താൻ തുടങ്ങി. പോയിക്കോട്ടെ ചങ്ങായി, ഒരു ഓട്ടോറിക്ഷക്കാരനല്ലേ. ഞാൻ അവന് സൈഡ് കൊടുത്തത്, അവനെ ഒന്ന് റോഡ് ക്രോസ് ചെയ്യാൻ ഒരു 2 മിനിറ്റ് ചവിട്ടിയത് മറ്റവൻ തീരെ ഇഷ്ടപ്പെടില്ല. അവൻ എൻ്റെ അടുത്ത് വിളിക്കും.
ആലോചിച്ചൊക്കെ ആ ഓട്ടോറിക്ഷക്കാരന് ഞാൻ സൈഡ് കൊടുത്തില്ല, ഞാനൊന്നും ചവിട്ടിയില്ല, ആരും ചവിട്ടിയില്ല. അവന് ദേശീയപാതയിൽ മൊത്തം വണ്ടി പോയതിനു ശേഷം അവൻ ക്രോസ് ചെയ്യാൻ ഈ ബ്ലോക്കിൽ നിന്ന് ഈ അടുത്ത സമയത്തൊന്നും അവനെ പോകാൻ പറ്റില്ല. ആരെങ്കിലും ഒന്ന് ചവിട്ടി കൊടുത്താൽ മാത്രമേ ആ ഒരു വണ്ടിക്ക് കിടന്നാൽ പറ്റൂ. ആ ഒരു മാനുഷിക പരിഗണന ഞങ്ങൾക്ക് ചെയ്തപ്പോൾ എനിക്ക് ഹോണിൻ്റെ രൂപത്തിൽ ചെറിയ വിഷയം. സഹജീവികളോട് സഹിഷ്ണുത ഒക്കെ കാണിക്കാൻ മനുഷ്യനറിയില്ല, കുറവാണ്. മൃഗങ്ങൾക്ക് അതിൽ കൂടുതലാണ്. സാഹിത്യവും ഒരു ഗുണം പറഞ്ഞല്ല, കാര്യം പറഞ്ഞു. बहुत कष्ट है। വണ്ടിയാ ഇങ്ങനെ കിടക്കണതൊക്കെ ഒരു കാമണിക്കൂർ എന്തായാലും 20 മിനിറ്റ് എന്തായാലും നമ്മൾ ഇവിടെ 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്നതാണ് തോന്നുന്നത്. ട്രാഫിക് ബ്ലോക്കിൽ നിൽക്കുമ്പോഴുള്ള ക്ഷമയുണ്ടല്ലോ, അത് വല്ലാത്തൊരു ക്ഷമയാണ്. പ്രത്യേകിച്ച് നിങ്ങളെ റീച്ചിൽ വണ്ടി ഓടുമ്പോൾ ഒരു ക്ഷമ. കൈനാട്ടി, വടകര, കരിമ്പനിക്കാലം, പയ്യോട്, കൊയിലാണ്ടി, കൊല്ലം, ചെങ്ങോട്ടുകാവ്, പൊയിൽക്കാവ്, അങ്ങനെ കണ്ട ഭാഗത്ത് കൂടെ യാത്ര ചെയ്യുമ്പോൾ ബ്ലോക്കിൽ പെടുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് ക്ഷമയുണ്ടല്ലോ. അങ്ങനെ ലൈനിലൊക്കെ നിന്ന് യാത്ര ചെയ്യാനുള്ള ക്ഷമ എല്ലാവർക്കില്ല. ബൈക്കുകാരൊക്കെ ആണെങ്കിൽ നുഴഞ്ഞു പോവാൻ കയറാതെ ഇങ്ങനെ യാത്ര ചെയ്യുക എന്നാൽ വല്ലാത്തൊരു ക്ഷമ തന്നെയാണ്. ഇവിടെ ഉണ്ടൊരു കുണ്ട്, നമ്മൾ തിരുവത്ത് ജംഗ്ഷനിൽ ഭാഗത്ത് കുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആകാട് കാണണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ഒരു ഇഷ്ടം. ആ കുണ്ട് നേരെ അങ്ങേപ്പുറം ഒരു ചീനച്ചട്ടി കമഴ്ത്തി വെച്ചതുപോലെ ഉയർന്ന് കിടക്കും. മഴയത്ത് വെള്ളം ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് തട്ടി 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 പിന്നെ ഒന്ന് വെയിൽ ഉദിക്കുമ്പോഴും ഓട്ടോറിക്ഷക്കാരുടെയും ബൈക്കുകാരുടെയും കണ്ണിലോട്ട് സ്പ്രേ ചെയ്യും. ആ കുണ്ടിലാണ് ഇത്രയും സമയം ഇടുന്നത്. ആ കുണ്ടിലിറങ്ങാൻ
ഇതിലൊരു ചാടി സൈഡ് കൂടി കയറി വരും. നടുക്കൂടിയാണ് കുറച്ചുകൂടി നടുക്കൂടിയാണ് തന്നെ നമ്മളെ നാരായണ നഗരം റോഡാണ്. നമ്മൾ ബ്ലോക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി ഓടി. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന്